റഷ്യയുമായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യ ഇന്ന് പല കോണുകളിൽ നിന്നും, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വളരെയധികം സമ്മർദ്ദം നേരിടുന്നുണ്ട്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമത്തിൽ ഓരോ രാജ്യങ്ങളും തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റാറുണ്ട്. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യ റഷ്യയുമായുള്ള സൗഹൃദത്തിൽ ഇത്രയധികം ഉറച്ചു നിൽക്കുന്നത്? ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിന്റെ ആരംഭം ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്. പല സിനിമാ കഥകളെയും വെല്ലുന്ന ഒരു കഥ ഇന്ത്യക്ക് പറയാനുണ്ട്. സ്വന്തം ജനതയുടെ ചോര കൊണ്ട് പാകിസ്ഥാൻ ഒരു സമൂഹത്തെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ജനാധിപത്യത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നവർ ആ കൊലയാളികളുടെ ഒപ്പം നിന്നപ്പോൾ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ഇന്ത്യക്കായി കാവൽ നിന്നതിന്റെ കഥ. 1971 യുദ്ധത്തിന്റെ കഥ. പാകിസ്ഥാൻ രൂപീകൃതമായ കാലം മുതൽ തന്നെ ഈസ്റ്റ് പാകിസ്ഥാനിലെ ബംഗാളി ജനതയോട് രണ്ടാം തരം പൗരന്മാർ എന്ന പോലെയായിരുന്നു വെസ്റ്റ് പാകിസ്ഥാനിലെ ആളുകൾ കണ്ടിരുന്നത്. രാജ്യത്തിന്റെ ഭൂരിഭാഗം ജനസംഖ്യ കിഴക്കായിരുന്നെങ്കിലും സമ്പത്തും സാമ്പത്തികവും സൈന്യവും വെസ്റ്റിന്റെ കൈകളിലായിരുന്നു. ഭാഷ, സംസ്കാരം, സാമ്പത്തികം എന്നിവയിൽ വെസ്റ്റ് പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാനെ പൂർണ്ണമായും അടിച്ചമർത്തി. ഈ വിവേചനത്തിനെതിരെയുള്ള ഉറച്ച ശബ്ദമായിരുന്നു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. അദ്ദേഹത്തിന്റെ പാർട്ടിയായ അവാമി ലീഗ് 1970 പൊതു തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടി. ജനാധിപത്യപരമായി അദ്ദേഹം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാകേണ്ടതായിരുന്നു. എന്നാൽ ഒരു ബംഗാളി നേതാവിന് അധികാരം കൈമാറാൻ വെസ്റ്റ് പാകിസ്ഥാനിലെ സൈനിക നേതൃത്വം തയ്യാറായിരുന്നില്ല. 1971 മാർച്ച് 26 പാകിസ്ഥാൻ സൈന്യം ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന പേരിൽ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ വംശഹത്യകളിൽ ഒന്നിന് ആരംഭം. രാഷ്ട്രീയ എതിരാളികളെയും ഇന്റലക്ച്വൽസിനെയും വിദ്യാർത്ഥികളെയും സാധാരണക്കാരെയും അവർ തിരഞ്ഞുപിടിച്ചു കൊന്നു. ലക്ഷക്കണക്കിന് സ്ത്രീകളെ അവർ ബലാത്സംഗം ചെയ്തു. എങ്ങും ചോരപ്പുഴയൊഴുകി. 1 കോടിയോളം വരുന്ന അഭയാർത്ഥികളാണ് ഇന്ത്യൻ മണ്ണിലേക്ക് ജീവരക്ഷയ്ക്കായി ഓടിയെത്തിയത്. ഈ പ്രതിസന്ധി കണ്ടില്ലെന്ന് നടിക്കാൻ ഇന്ത്യക്കാവുമായിരുന്നില്ല. മാത്രമല്ല, ഇന്ത്യയുടെ സാമ്പത്തിക സാംസ്കാരിക ഘടനയെ തന്നെ നശിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രതിസന്ധിയായിരുന്നു ഇത്. ഇന്ത്യ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ലോകം എന്ത് ചെയ്യുമെന്ന് ഇന്ത്യ ഉറ്റുനോക്കി. എന്നാൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നിലപാട് ഇന്ത്യയെ ഞെട്ടിക്കുന്നതായിരുന്നു. ശീതയുദ്ധത്തിന്റെ ഭാഗമായി സോവിയറ്റ് യൂണിയനെതിരെ ചൈനയെ ഒപ്പം നിർത്താൻ പാകിസ്ഥാന്റെ സഹായം അമേരിക്കയ്ക്ക് ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ക്രൂരതകൾക്കെതിരെ അവർ കണ്ണടച്ചു. മാത്രമല്ല, അവർ പാകിസ്ഥാന് പണവും ആയുധങ്ങളും നൽകി സഹായിച്ചു. ഈ ചതി തിരിച്ചറിഞ്ഞ ഇന്ദിരാഗാന്ധി ചരിത്രത്തിലെ ഏറ്റവും മികച്ച നയതന്ത്ര നീക്കങ്ങളിൽ ഒന്ന് നടത്തി. 1971 ഓഗസ്റ്റിൽ ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായി 20 വർഷത്തെ സമാധാന സൗഹൃദ ഉടമ്പടി ഒപ്പുവെച്ചു. ഈ ഉടമ്പടിയിലെ 9ാം വകുപ്പ് ഒരു ഉരുക്ക് കവചമായിരുന്നു. കരാറിലേർപ്പെട്ട ഏതെങ്കിലും ഒരു കക്ഷിക്കെതിരായ ആക്രമണം മറ്റേ കക്ഷിക്കെതിരായ ആക്രമണമായി കണക്കാക്കപ്പെടും. ഇത് അമേരിക്കയ്ക്കും ചൈനയ്ക്കുമുള്ള വ്യക്തമായ താക്കീതായിരുന്നു. ഡിസംബർ 3 പാകിസ്ഥാൻ ഇന്ത്യയുടെ വ്യോമതാവളങ്ങൾ ആക്രമിച്ചതോടെ യുദ്ധം ഔദ്യോഗികമായി ആരംഭിച്ചു. എന്നാൽ അതിനു മുമ്പേ തന്നെ കടലിൽ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. ബംഗാൾ ഉൾക്കടലിൽ നിലയുറപ്പിച്ച ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിനെ തകർക്കുക എന്ന ലക്ഷ്യമായി പാകിസ്ഥാൻ അവരുടെ അത്യാധുനികമായ സബ്മറൈൻ PNS ഗാസിനെ പറഞ്ഞുവിട്ടു. വളരെ രഹസ്യമായിരുന്നു ഈ ഒരു നീക്കം. എന്നാൽ ഇന്ത്യൻ നേവിയുടെ ബുദ്ധിപരമായ കെണിയിൽ വീണ് PNS ഗാസി എന്നേക്കുമായി കടലിന്റെ അടിത്തട്ടിലേക്ക് മുങ്ങിത്താന്നു. ഇത് പാകിസ്ഥാൻ മിലിറ്ററിയുടെ മനോവീര്യത്തെ ഇല്ലാതെയാക്കി. തുടർന്ന് കിഴക്കൻ പാകിസ്ഥാനിൽ ഇന്ത്യൻ സൈന്യം മുക്തി ബാഹിനി എന്ന ബംഗ്ലാദേശി ഗറില്ല സംഘവുമായി മിന്നലാക്രമണം നടത്തി. പാകിസ്ഥാന്റെ പരാജയം ഉറപ്പായ നിമിഷം അമേരിക്ക തന്റെ തനി നിറം പുറത്തെടുത്തു. ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ തന്റെ 7ാം കപ്പൽ പടയെ ബംഗാൾ ഉൾക്കടലിലേക്ക് അയച്ചു. ബ്രിട്ടനും തങ്ങളുടെ HMS ഈഗിൾ അടങ്ങുന്ന വലിയൊരു കപ്പൽ പട അയച്ചു. ലക്ഷ്യം ഒന്ന് മാത്രം: ഇന്ത്യയെ ഭയപ്പെടുത്തി യുദ്ധം നിർത്തിവെപ്പിക്കുക. അപ്പോഴാണ് കാവൽ മാലാഖെ പോലെ സോവിയറ്റ് യൂണിയൻ തങ്ങളുടെ സബ്മറൈനുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് അയക്കുന്നു. ഇവ അമേരിക്കൻ, ബ്രിട്ടീഷ് കപ്പലുകൾക്ക് മുന്നിൽ ഒരു വൻമതിൽ തീർത്തു. ലോകത്തോട് അവർ വ്യക്തമായി പറഞ്ഞു, ഇന്ത്യയെ തൊടുന്നതിന് മുമ്പ് നിങ്ങൾ സോവിയറ്റ് യൂണിയനെ നേരിടേണ്ടി വരും. ലോകം ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തി. പേടിച്ച് അമേരിക്കയും ബ്രിട്ടനും തിരിഞ്ഞോടി. പുറത്തു നിന്നുള്ള ഭീഷണികൾ സോവിയറ്റ് യൂണിയൻ തടഞ്ഞതോടെ ഇന്ത്യൻ സൈന്യം പൂർണ്ണ ശക്തിയോടെ മുന്നേറി. വെറും 13 ദിവസം കൊണ്ട്, കൃത്യമായി പറഞ്ഞാൽ 1971 ഡിസംബർ 16 93,000 പാകിസ്ഥാനി സൈനികർ ഇന്ത്യൻ സൈന്യത്തിനു മുൻപിൽ നിരുപാധികം കീഴടങ്ങി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക കീഴടങ്ങലായിരുന്നു അത്. സോവിയറ്റ് യൂണിയൻ എന്ന ആ ഉരുക്ക് കവചത്തിന്റെ ബലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ നിർണായകമായ ആ ഒരു വിജയം നേടി. ലോക ഭൂപടത്തിൽ ബംഗ്ലാദേശ് എന്നൊരു പുതിയ രാജ്യം പിറവിയെടുത്തു. അത് ഇന്ത്യയുടെ സൈനിക ശക്തിയുടെ മാത്രമല്ല, നയതന്ത്രത്തിന്റെയും വിജയമായിരുന്നു.
ഇന്ത്യ റഷ്യ സൗഹൃദം 1971 അവസാനിച്ചില്ല. ഊർജം, പ്രതിരോധം, ബഹിരാകാശം അങ്ങനെ പല മേഖലകളിലും അത് കൂടുതൽ ശക്തിയാർജിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന ആ സുഹൃത്തിനെ ഇന്ത്യ ഒരിക്കലും മറന്നില്ല. അതുകൊണ്ടാണ് ഇന്നും എത്രയൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധത്തിൽ ഉറച്ചു നിൽക്കും. കാരണം ചില ബന്ധങ്ങൾ ലാഭനഷ്ടങ്ങൾക്കും അപ്പുറം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് പ്രതിസന്ധിയുടെ തീച്ചൂളയിൽ പരീക്ഷിച്ചറിഞ്ഞ ഒരു ആത്മബന്ധത്തിൽ.